അപ്പോൾ ഈ കാണുന്ന രീതിയിലത്തെ വീടുകളായിരുന്നു ഫസ്റ്റ് സെറ്റിൽമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇവിടുത്തെ റെസിഡൻസ് യൂസ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അതിവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വർഷങ്ങൾക്ക് മുമ്പ് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലുള്ള സെറ്റിൽമെൻറ്റ്സ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായത്. പറയുന്ന സ്ഥലം ഇപ്പോൾ കാണുന്ന ഈ രീതിയിലാണ്. ഈ പേര് തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഫസ്റ്റ് സെറ്റിൽമെൻറ്റിൻ്റെ പേരോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാത്ത മറ്റൊരു യൂറോപ്പിൻ്റെ മുഖം കൂടി നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു നാഗരികത ഉണ്ടായി വന്നതിന് പിന്നിലുള്ള ചരിത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ന്യൂകാസ്റ്റൽ എന്ന് പറയുന്ന ഏരിയയിൽ വൺ ഓഫ് ദി ഫസ്റ്റ് സെറ്റിൽമെൻറ്റ്സ് ഇൻ അയർലൻഡ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതങ്ങനെയല്ല, പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായി. ആ അവസ്ഥയിൽ നിന്നും അവർ ഇന്നത്തെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന് പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ഹാർഡ് വർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹേസൽ ഹാച്ച്, പിന്നെ ഒരു ദിവസം മൊത്തത്തിൽ വേണ്ട നമുക്ക് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് നമ്മളിങ്ങ് പോകുന്നു. അപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. പച്ച പതച്ച് കിടക്കുവാണ്. എന്തോ കൃഷി ചെയ്യുന്നുണ്ട്, ബാല്യം എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഇവിടെയാണ് 13th ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ഈ ബോട്ട് ലൈഫ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്നാണ്. ഒത്തിരി ആളുകൾ ഇതുപോലെ ഇവിടെ ബോട്ടിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പാലം എന്ന് പറയുന്നത് ഹേസൽ ഹാച്ച് ബ്രിഡ്ജാണ്. 1791 ഈ ബ്രിഡ്ജ് പണി കഴിച്ചത്. ഇവിടുന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈ കനാൽ പാത്തിന് പറയുന്നത് ആർത്തർ വേ എന്നാണ്. ഹൈക്കേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഹേസൽ ഹാച്ച്, ഈ ആർത്തർ വേ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവർക്ക് വരുന്ന പോസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ഓരോ ബോട്ടുകൾക്കും വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്ന പോസ്റ്റ് ബോക്സുകളാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ താമസിക്കുന്ന ഈ ആളുകൾ ഇതേപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ബോട്ട് ലൈഫും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ. നടക്കാനാണെങ്കിൽ ഒരുപാട് ദൂരത്തിൽ ഇതുപോലെ ബോട്ടുകൾ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദ ഇൻലാൻഡ് വാട്ടർവേ അസോസിയേഷൻ ഓഫ് അയർലൻഡ് കിൽഡെയർ ബ്രാഞ്ചാണിത്. ഇത് ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സും കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർവേ അസോസിയേഷനാണ് ബേസിക്കലി. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കണം, നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ വന്ന് ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ ബോട്ട് ലൈഫ് ആസ്വദിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ പിന്നിലുള്ള എത്ര മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബോട്ട് ലൈഫ് എന്നുള്ളത്. അവരുടെ ലൈഫ് വളരെ പീസ്ഫുള്ളാണ്, വളരെ സ്ലോ ആണ്. കാര്യം ഈ ചാനൽ ത്രൂ മാത്രമാണ് അവർ ട്രാവൽ ചെയ്യുള്ളൂ. ഈ ചാനൽ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ പോലും സ്പീഡിൽ അവർക്ക് മണിക്കൂറിൽ സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ ചാനൽ ത്രൂ തന്നെ പോയി UK അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കറങ്ങി വന്നിട്ടുള്ള ബോട്ടുകളും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും ബോട്ട് ലൈഫ് ഇഷ്ടമുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല കണ്ടൻറ്റ് കിട്ടുന്നോടം വരെ ബൈ.